പ്രവാസികൾ വീട്ടിലേക്ക് അയക്കുന്ന ഓരോ രൂപയും അവരുടെ വീടിനെ മാത്രമല്ല നാടിനെയും പണിതുയർത്തി. അവൻ ഗൾഫുകാരനല്ലേ, സുഖജീവിതല്ലേ എന്നൊക്കെ പറയുമ്പോഴും അന്യനാട്ടിൽ കിടന്ന് വേർപ്പൊഴുക്കിയതും സ്വന്തം വീട്ടുകാരെന്ന് കാണാതെ വർഷങ്ങളോളം അധ്വാനിച്ചതും മറക്കാൻ പറ്റുമോ? സുഖജീവിതല്ലേ എന്ന് ചോദിക്കുന്നവരോട് അവർ പറയുന്നൊരു മറുപടി ഉണ്ട്, എന്ത് സുഖം, ഇതൊക്കെ നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയല്ലേ, നമ്മുടെ നാടിന് വേണ്ടിയല്ലേ. അതെ, നമ്മുടെ എക്കണോമിയെ ഇത്രയും അധികം ഉയർത്തിയത് ഓരോ പ്രവാസിയുടെയും അധ്വാനം തന്നെയാണ്. അപ്പോൾ അവരല്ലേ ശരിക്കും നമ്മുടെ നാടിൻ്റെ സൂപ്പർ ഹീറോസ്. ഒരുപാട് ഒട്ടകങ്ങളും മരുഭൂമിയും മാത്രമുള്ള ഗൾഫിൽ നിന്ന് നമ്മുടെ മലയാളികൾ എങ്ങനെയാണ് വലിയ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളും അതേപോലെ വലിയ കെട്ടിടങ്ങളും വലിയ വലിയ വീടുകളൊക്കെ വെച്ചത്? ഇതിന്റെ പിന്നിലെ കഥ നമുക്കൊന്ന് നോക്കിയാലോ. ഇത് നമ്മുടെ കേരളത്തിന്റെ എക്കോണമിനെ എങ്ങനെയാ ബാധിച്ചെന്നുള്ളതും കൂടെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നോക്കാം. ജോലി എവിടെയായിരുന്നു? അപ്പൊ ജോലി ഷാർജത്തിന്റെ പല സ്ഥലത്ത് കൊടുത്തു. എത്ര വർഷം അവിടെ നിന്ന്? അവിടെ 33 വർഷം. 33 വർഷം നിന്ന്. 20 വർഷം. കല്ലുവല്ലി ഇവിടെ നാളെ അവിടെ മറ്റന്നാണ് അതിന്റെ അപ്പുറത്ത്. എനിക്ക് ലേബർ കിട്ടിയാൽ പൊക്കും ചെയ്യും. അങ്ങനെയല്ലേ, പക്ഷെ എന്നെ പൊക്കിയിട്ടില്ല. ഞാൻ അങ്ങനെ കുറെ കാലം നിന്നില്ല. പക്ഷെ എല്ലാത്ത കാലം ഒരു കയറ്റി വിടുക. എനിക്ക് ഒരാളുകൾ ഇവിടെ പറഞ്ഞയച്ചു കൊടുത്തിട്ട് എന്നെ വലിയ ആളുകളോട് എത്തിപ്പെട്ടിട്ടുണ്ട്. കാരണം അന്ന് അവിടെ വിസന്റെ ആവശ്യമൊന്നുമില്ല. 11 പിയാപ്പന്മാരും 8 ആൺകുട്ടികളുണ്ട്. അതിന് മുഴുവൻ ഗൾഫാ. ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ ഡെവലപ്മെന്റ് നമ്മളിപ്പോ ജീവിക്കാനുള്ള ഭാഗമല്ല. ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ട് കച്ചവടം ഉണ്ട് വലിയങ്ങാടിയിൽ, മിഠായിത്തൊരു ഷോപ്പുണ്ട്. ഇതൊക്കെ അവിടെ കൊണ്ടുണ്ടായത് തന്നെയാണ്. ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഒരു മലയാളി അത് നിർബന്ധ. എന്നാ ആദ്യ കാലത്തൊക്കെ ഒരു കുന്നു സ്വപ്നങ്ങളുമായിട്ട് കുറെ മലയാളികൾ ഗൾഫിലേക്കാണ് ചേക്കേറിയത്. ഇപ്പം ഗൾഫിന്റെ അവസ്ഥ എന്താ? നമ്മുടെ ചിറ്റപ്പൻ, കൊച്ചപ്പൻ, മാമൻ, വല്യച്ഛൻ ഇങ്ങനെ എല്ലാവരും കാണും. നിങ്ങളുടെ കുടുംബത്തിൽ എത്ര പേര് ഗൾഫിൽ കാണും? ഈ ഗൾഫ് സ്റ്റോറി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വന്നപ്പോഴാണ് നമ്മൾ ഗൾഫിൽ നിന്ന് മിഠായും സ്പ്രേയും മാത്രമല്ല നല്ല ചിക്കിളി കൊണ്ടുവന്ന നമ്മുടെ മുതുമുത്തശ്ശന്മാരല്ലേ ശരിക്കുള്ള ഹീറോസ് മനസ്സിലായത്. ഇങ്ങനെയല്ലേ നമ്മളെ കേരളം പച്ച പിടിക്കുന്നതും നമ്മളെ എക്കണോമി അടിച്ചു കയറി വരുന്നതും. അപ്പം നമുക്കിന്ന് ഗൾഫ് റെമിറ്റൻസിനെ കുറിച്ച് സംസാരിച്ചാലോ? ഗൾഫ് റെമിറ്റൻസിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പേ ഗൾഫിൽ പോയി നല്ല റിച്ച് ആയിട്ടുള്ള കുറച്ച് മലയാളികളെ കുറിച്ച് സംസാരിച്ച് തുടങ്ങണ്ടേ? അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ഗൾഫിൽ പോയി സമ്പന്നരായിട്ടുള്ള മലയാളികളിൽ ഏറ്റവും മുന്നിലാണ് ദ മാൻ ബിഹൈൻഡ് ലുലു, മിസ്റ്റർ M.A. യൂസുഫ് അലി. 1973 തൃശ്ശൂരിൽ നിന്നും അദ്ദേഹം അബുദാബിയിൽ എത്തുന്നത്. 1990കളിൽ ഗൾഫിൽ യുദ്ധം ആഞ്ഞടിച്ചപ്പോൾ പല പ്രവാസികളും കേരളത്തിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ അദ്ദേഹം അതൊരു അവസരമായി കണ്ട് അവിടെ തന്നെ തുടർന്നു. അങ്ങനെ അദ്ദേഹം ആ അവസ്ഥയിൽ അന്നത്തെ ആളുകളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ലുലു ഹൈപ്പർ മാർക്കറ്റിന് തുടക്കമിട്ടു. ഇന്ന് കേരളത്തിൽ ഏത് കൊച്ചു കുട്ടിയോടും ചോദിച്ചാൽ യൂസുഫ് അലി ആരാന്ന് അറിയാതിരിക്കില്ല. UAE ഹെൽത്ത് കെയർ സെക്ടറിലെ ഒരു ഗ്യാപ്പ് തിരിച്ചറിഞ്ഞ ഒരു മലയാളി, ഒരു കോഴിക്കോട്ടുകാരൻ BPS ഹെൽത്ത് കെയർ എന്ന ഒരു സംരംഭത്തിന് തുടക്കമിട്ടു. ഇന്ന് അദ്ദേഹം ഒരു ബില്യനെയറാണ്. പേര് ഷംസീർ വയലിൽ. കേരളത്തിലെ ബിസിനസ് പരാജയങ്ങൾക്ക് മറുപടിയായി ഗൾഫിലെ വമ്പൻ കൺസ്ട്രക്ഷൻ പ്രോജക്ട്സുകൾ ഏറ്റെടുത്ത് ഗൾഫ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ തന്നെ രാജാവായി മാറിയ ആളാണ് മിസ്റ്റർ രവി പിള്ള. ഇന്ന് ജംസ് എഡ്യൂക്കേഷൻ എന്ന് കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. തൻ്റെ മാതാപിതാക്കളുടെ ചെറിയൊരു സ്കൂളിനെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രൈവറ്റ് സ്കൂൾ നെറ്റ്വർക്ക് ആക്കി മാറ്റിയ ആളാണ് മിസ്റ്റർ സണ്ണി വർക്കി. ഇതിനെല്ലാം തുടക്കം കുറിക്കുന്നത് 1960കളിലാണ്. നമ്മുടെ കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, കണ്ണൂർ എന്നീ സ്ഥലങ്ങളിലാണ് ആദ്യമായി ഈ ഗൾഫ് ഡ്രീം ആൾക്കാർ തിരിച്ചറിയുന്നത്. 1973 ഓയിൽ പ്രൊഡക്ഷൻ ഗൾഫ് മേഖലയെ ഒരു ഡെവലപ്മെന്റ് ഹബ്ബാക്കി മാറ്റിയ കാലം. കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്സ്, സ്കൈ സ്ക്രേപ്പേഴ്സ് ഇതെല്ലാം വന്നതോടുകൂടെ കൂടുതൽ വർക്കേഴ്സിന്റെയും ആവശ്യം വന്നു തുടങ്ങി. അങ്ങനെ UAE, സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ എന്നിവിടങ്ങളിലേക്ക് ഒരുപാട് വേക്കൻസീസ് വരാൻ തുടങ്ങി. യെസ്, വെൽ എഡ്യൂക്കേറ്റഡ് പോപ്പുലേഷൻ കേരളത്തിലുള്ളത് കൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളെല്ലാവരും മലയാളികളെ കൂടുതലായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. കേരള സർ 100% ലിറ്ററസി സർ. ഫസ്റ്റ് വേവ് ഓഫ് മൈഗ്രേഷനിൽ കൺസ്ട്രക്ഷൻ, ഡൊമസ്റ്റിക് ലേബർ, ബ്ലൂ കോളർ ജോബ്സിനായിട്ടുള്ള ആൾക്കാരായിരുന്നു ആദ്യമായി ഗൾഫിൽ എത്തിയിരുന്നത്. തുടർന്ന് ടീച്ചേഴ്സ്, ബാങ്കേഴ്സ്, ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഇങ്ങനെ എല്ലാ ഫീൽഡിലേക്കുള്ള ആൾക്കാരും കേരളത്തിൽ നിന്ന് ഫ്ലൈറ്റ് കയറാൻ തുടങ്ങി. ഈ പോയവരെല്ലാവരും തന്നെ സ്വന്തം വീട്ടിലേക്ക് മാസാമാസം നല്ലൊരു തുക തന്നെ അയച്ചു തുടങ്ങി. അന്നത്തെ UAE ദിർഹത്തിന് 1.9 രൂപയായിരുന്നു മൂല്യം. ഇന്നത് 23 രൂപയോളമാണ്. കറൻസിയുടെ മൂല്യത്തിലുള്ള വ്യത്യാസം കാരണം ഗൾഫിലെ കുറഞ്ഞ ശമ്പളത്തിലുള്ള ഒരു ജോലി പോലും ഇവിടുത്തെ ചെറിയൊരു കുടുംബത്തിന് നല്ലൊരു എമൗണ്ട് ആയിരുന്നു. 1980-90കളിലായപ്പോഴേക്കും കേരളത്തിലെ നിരവധി വീടുകളിലും ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാളെങ്കിലും ഉണ്ടെന്നുള്ള സ്ഥിതിയായി. അവരുടെ പണം നാട്ടിലെത്തിയതോടുകൂടെ കൃഷി, തേങ്ങ, റബ്ബർ എന്നിവയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരുന്ന കേരളത്തിലെ എക്കോണമി പതുക്കെ സർവീസ് ബേസ്ഡ് സെക്ടറിലേക്ക് മാറി തുടങ്ങി. അതായത് ബാങ്കുകൾ പോലെയുള്ള സേവനങ്ങൾ ഡെവലപ്പ് ആയി തുടങ്ങി. NRI സേവിങ്സ് അക്കൗണ്ടുകൾ, ഫോറിൻ കറൻസി റെമിറ്റൻസുകൾ, ഗോൾഡ് ലോൺ ഇങ്ങനെ പലതും എക്സ്പാൻഡ് ആയി തുടങ്ങി. ഈ മൈഗ്രേഷനിലെ ഫസ്റ്റ് ജനറേഷൻ അവിടെ സ്ഥിരതാമസമാക്കിയതോടെ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ആശുപത്രികൾ, ധനകാര്യ സ്ഥാപനങ്ങൾ ഇങ്ങനെ പല ബിസിനസ്സുകളും അവർ കേരളത്തിൽ തുടങ്ങി. ഇത് ലുലു ഗ്രൂപ്പ്, കല്യാൺ ഗ്രൂപ്പ്, ആലുക്കാസ് ഗ്രൂപ്പ്,
പിന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്പൈസ് എക്സ്പോർട്ടർ ആയിട്ടുള്ള ഈസ്റ്റേൺ കോണ്ടിമെന്റ്സ് എന്നിവരുടെ ഉദയത്തിലേക്ക് നയിച്ചു. ഇതുകൂടാതെ റിസോർട്ടുകൾ, ഹോട്ടലുകൾ, ഹോം സ്റ്റേകൾ എന്നിവയിലേക്ക് കൂടെ പ്രവാസികൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതോടുകൂടെ കേരളത്തിന്റെ ടൂറിസവും വളരാൻ തുടങ്ങി. 2010 മുതൽ ഗൾഫ് സ്വപ്നങ്ങളിൽ വെല്ലുവിളികൾ നേരിടാൻ തുടങ്ങി. 2011 സൗദി അറേബ്യ നിത്താക്കാത്ത് പോളിസി, 2014 2019 ഇടയിൽ UAEയുടെ സാമ്പത്തിക മാന്ദ്യവും എമിറൈറ്റൈസേഷൻ പോളിസിയും പ്രവാസികൾക്ക് സ്ഥിരമായി ജോലി കണ്ടെത്തുന്നതിന് തടസ്സമായി. പിന്നെ 2020 കോവിഡ് പ്രതിസന്ധികൾ രൂക്ഷമാക്കി. 5 ലക്ഷത്തിലധികം മലയാളികൾ അപ്രതീക്ഷിതമായി തിരിച്ചു വരേണ്ടി വന്നു. പക്ഷെ നമ്മൾ മലയാളികൾ വിട്ടുകൊടുക്കും. ഗൾഫില്ലെങ്കിൽ എന്താ, യൂറോപ്പ് ഉണ്ടല്ലോ. പക്ഷെ നമ്മുടെ ഗൾഫ് ബന്ധം അങ്ങനെ ഒന്നും മുറിച്ചു മാറ്റാൻ പറ്റുന്നതല്ല. ഇന്നും കേരളത്തിന്റെ എക്കോണമിയുടെ 30% മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള പണമാണ്. 2023-24 വിദേശ മലയാളികൾ ഏകദേശം 2,16,893 കോടി രൂപ കേരളത്തിലേക്ക് അയച്ചു. ഇത് 2015 85,000 കോടിയുമായി താരതമ്യം ചെയ്യുമ്പോൾ 155% വർധനവാണ്. 2022-23 കേരളത്തിന്റെ മൊത്തം വരുമാനം GSDP 5,32,686 കോടിയായിരുന്നു. മുൻ വർഷത്തെ 5,01,656 കോടിയിൽ നിന്നും 6.19% വളർച്ച. ഏകദേശം 3.5 കോടി ജനസംഖ്യയുള്ള കേരളത്തിലെ ഓരോ വ്യക്തിക്കും 2023 ഏകദേശം 61,118 രൂപ ലഭിച്ച പോലെ. കൂടാതെ കേരളത്തിലെ ബാങ്കുകൾ പ്രവാസി നിക്ഷേപങ്ങളെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. 2019 മുതൽ ഇന്ത്യയിലെ മൊത്തം പ്രവാസി നിക്ഷേപം ഏകദേശം 21% വരും. ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ഡെപ്പോസിറ്റ്സ് ആണ് കേരള എക്കോണമിയെ പിടിച്ചു നിർത്തുന്നതെന്നും പറയാം. ബാങ്കുകളിൽ ഇടുന്നത് കൂടാതെ വേറെ പല ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസും കൂടെ കൺസിഡർ ചെയ്യുന്ന ആൾക്കാരാണ് വിദേശ മലയാളികൾ. അതിൽ തന്നെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ്. ഡിജിറ്റൽ ഗോൾഡിനെ കുറിച്ച് പറയുമ്പോൾ ജാറാപ്പിനെ കുറിച്ച് എന്തായാലും പറയട്ടെ. ഞാൻ നിങ്ങൾക്ക് ജാറാപ്പിനെ കുറിച്ച് പറഞ്ഞുതരാം. ജാറാപ്പ് ഒരു സേവിങ്സ് ആപ്പാണ്. ഇതിൽ നിങ്ങൾക്ക് വെറും 10 രൂപ മുതൽ 24 കാരറ്റ് ഗോൾഡിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിലൊരു ഓട്ടോപേ ഫീച്ചർ ഉണ്ട്. ഈ ഓട്ടോപേ ഫീച്ചർ വെച്ചിട്ട് നിങ്ങൾക്ക് ഡെയിലി, വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ഒരു സർട്ടൺ എമൗണ്ട് നിങ്ങൾക്ക് ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ നോർമൽ ബാങ്ക് അക്കൗണ്ടിലെ കാശ് നേരെ ജാർ വാലറ്റിൽ 24 കാരറ്റ് ഗോൾഡിലാണ് ക്യാഷ് സേവ് ആവുന്നത്. ഈ സേവ് ആവുന്ന പൈസ നിങ്ങൾക്ക് ഗോൾഡ് കോയിനായിട്ടോ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് തന്നെയോ അല്ലെങ്കിൽ ജ്വല്ലറി ആയിട്ടോ വിത്ഡ്രോ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. പിന്നെ നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്പുമാണ്. ഓൾറെഡി 2 crore plus ഇന്ത്യൻസ് യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ ഒക്കെ അവൈലബിൾ ആണ്. എല്ലാവരും പോയിട്ട് ചെക്കൗട്ട് ചെയ്യുക. ഡൗൺലോഡ് ജാർ ആപ്പ് നൗ.